എന്താണ് കാർഗിൽ സെക്ടർ? നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ടുള്ള ഒരു സെക്ടറാണ്. ഏറ്റവും കൂടുതൽ പീക്കിൽ നിൽക്കുന്ന, ഏറ്റവും കൂടുതൽ ഉയരങ്ങളിൽ നിൽക്കുന്ന നമ്മുടെ തല എന്ന് പറയില്ലേ, തലയുടെ ഒരു ഭാഗമാണ് കാർഗിൽ സെക്ടർ. അത് നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ അഭിമാനമായിട്ടുള്ളൊരു സ്ഥലമാണ്. നമ്മുടെ രാജ്യത്ത് ആ കാർഗിൽ സെക്ടർ പാകിസ്ഥാൻ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തലയില്ലാതെ നിൽക്കാം എന്നുള്ള അർത്ഥത്തിലാണ് പാകിസ്ഥാൻ അവിടെ കട്ട് ചെയ്യാൻ വേണ്ടി കാർഗിൽ വാറുമായിട്ട് വന്നത്. നമ്മുടെ രാജ്യത്ത് ഏറ്റവും കൂടുതൽ നല്ല രീതിയിൽ നല്ല സംസ്കാരതയോടുകൂടി പ്രവർത്തിക്കുന്ന ഒരു അന്തരീക്ഷമുണ്ടായ സമയത്താണ് പാകിസ്ഥാനുമായിട്ട് ഇന്ത്യയും ഒരു ഉടമ്പടി ഉണ്ടായിരുന്നു. തണുപ്പ് കാലങ്ങളിൽ അയ്യാൽക്കൂട് പോലുള്ള സ്ഥലങ്ങളിൽ നിന്ന് മുകളിലുള്ള നിലയിൽ കൂടുതൽ തണുപ്പുള്ള സ്ഥലങ്ങളിൽ നിന്ന് കുറഞ്ഞ തണുപ്പുള്ള സ്ഥലങ്ങളിലേക്ക് വരിക എന്നത്. അങ്ങനെ കാർഗിൽ സെക്ടറും ദ്രാസ് സെക്ടറും ബറ്റാലിക്, അതേപോലെ തന്നെ ടൈഗർ ഹില്ല് പോലുള്ള സ്ഥലങ്ങളിലുള്ള മുകളിലുള്ള സ്ഥലങ്ങളിൽ നിന്ന്, ആ തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളിൽ നിന്ന് തിരിച്ച് താഴേക്കുള്ള പോസ്റ്റിൽ വന്നപ്പോഴാണ് അത് നമ്മുടെ രാജ്യങ്ങൾ തമ്മിലുള്ള ഒരു ഉടമ്പടിയായിരുന്നു. ആ സമയത്ത് അതിനെ ലംഘിച്ചുകൊണ്ട് പാകിസ്ഥാന്റെ സൈനികരും അതേപോലെ ടെററിസ്റ്റുകളും ആ സ്ഥലങ്ങളിൽ ആ പോസ്റ്റ് പിടിച്ചെടുക്കാൻ വന്നു. അങ്ങനെയാണ് കാർഗിൽ യുദ്ധം നടക്കുന്നത്. അവിടെ ആ കാർഗിൽ യുദ്ധത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ വിജയ്. ഓപ്പറേഷൻ വിജയ് എന്ന നമ്മുടെ യുദ്ധം നടത്തിയപ്പോൾ ആ യുദ്ധത്തിൻ്റെ തുടക്കം അങ്ങനെയാണ് ഉണ്ടായത്. പക്ഷേ ആ യുദ്ധത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടിട്ട് ഞങ്ങൾക്ക് ഏകദേശം 527 സൈനികരെ നഷ്ടപ്പെട്ടു. നേരെ തിരിച്ച് പാകിസ്ഥാനിൽ ഏകദേശം 1600ഓളം സൈനികരെ വകവരുത്തുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ഈ ഓപ്പറേഷനിൽ എടുത്തു പറയേണ്ടത് വിക്രം ബാന്ദ്ര, അതേപോലെ ക്യാപ്റ്റൻ വിക്രം ബാന്ദ്ര, ക്യാപ്റ്റൻ മനോജ് പാണ്ഡെ, അതേപോലെ തന്നെ എലിയ എന്ന് പറയുന്ന നമ്മുടെ ധീരരായിട്ടുള്ള കുറേ ഓഫീസറെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു. ഈ നഷ്ടപ്പെട്ടപ്പോഴും ഞങ്ങളുടെ രാജ്യം ഞങ്ങൾ എന്താണോ തീരുമാനിച്ചത് ആ തീരുമാനം നിറവേറ്റുക തന്നെയാണ് ചെയ്തിരുന്നത്. അതേപോലെ കാർഗിൽ സെക്ടർ പിടിച്ചെടുക്കാൻ വേണ്ടി ഞങ്ങൾക്ക് സാധിച്ചു. നമ്മുടെ എല്ലാവരും വീട്ടിലും ഫ്രിഡ്ജിൽ ഫ്രീസറില്ലേ? ഫ്രീസറിന്റെ നോർമൽ ടെമ്പറേച്ചർ എത്രയാണെന്ന് അറിയോ? -5 മുതൽ -10 ഡിഗ്രി സെൽഷ്യസ് ആണ്. ആ ഫ്രിഡ്ജിന്റെ ഫ്രീസറിന്റെ അകത്ത് കൈവച്ചുകൊണ്ട് ഒരു 10 മിനിറ്റ് നിൽക്കാൻ സാധിക്കുമോ? നിൽക്കാൻ സാധിക്കില്ല. അവിടെയാണ് ഈ കാർഗിൽ സെക്ടറും അതേപോലുള്ള ബറ്റാലിക് ദ്രാസ് സെക്ടർ പോലുള്ള സ്ഥലങ്ങളിലൊക്കെ -40 മുതൽ -20 ഡിഗ്രി സെൽഷ്യസ് ആണ്. നമുക്ക് നോർമലായിട്ടുള്ള ഒരു ഫ്രിഡ്ജിന്റെ ഫ്രീസറിൽ അകത്ത് കൈവച്ച് നിൽക്കാൻ സാധിക്കാതെ ഈ ആലപ്പുഴയിൽ നിന്ന് പോയ നമ്മുടെ നിങ്ങളെ പ്രിയപ്പെട്ട ഈ ഫിസിക്കൽ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂട്ടായിട്ടുള്ള ശ്രീനാഥ് അടക്കം അവരൊക്കെ അവിടെ ആ ജോലി ചെയ്യുമ്പോൾ അത്രയും കൊടും തണുപ്പിലാണ് അവിടെ ജോലി ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ തണുപ്പിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകുന്നവരൊക്കെ ഈ കൊടും തണുപ്പിൽ ഇവിടെ ഡ്യൂട്ടി നോക്കുക എന്നത് വലിയൊരു കഠിനമായിട്ടുള്ളൊരു കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു സൈനികനെ സംബന്ധിക്കുമ്പോൾ ആ സൈനികൻ നമ്മുടെ രാഷ്ട്രത്തിന് എന്തു ചെയ്തു എന്ന് ചോദിക്കുമ്പോൾ ആ സൈനികൻ ആത്മാർത്ഥമായി ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയാൻ വേണ്ടി പറ്റും, രാജ്യം എന്നിൽ വിലയേറിയ ഒരു ദൗത്യമാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ആ ദൗത്യം എന്തെന്നാൽ രാജ്യസുരക്ഷയാണ്. രാജ്യസുരക്ഷയ്ക്ക് വേണ്ടി എൻ്റെ ജീവൻ കൊടുത്തിട്ടായാലും നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷ എൻ്റെ കയ്യിൽ ഭദ്രമായിരിക്കുമെന്ന ഇച്ഛാശക്തിയും മനോബലത്തോടു കൂടിയാണ് ഓരോ സൈനികനും പ്രവർത്തിക്കുന്നതും. അതേ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മുടെ രാജ്യത്ത് കാർഗിൽ യുദ്ധമുണ്ടായപ്പോൾ ഓപ്പറേഷൻ വിജയ് എന്ന പേരിൽ നമ്മൾ യുദ്ധം തുടങ്ങി. ലോകത്തിലെ തന്നെ ഏറ്റവും കൂടുതൽ മലനിരകളിൽ നടക്കുന്ന, അല്ലെങ്കിൽ മലയുടെ മുകളിൽ ആ താഴ്വാരങ്ങളിൽ നടന്ന യുദ്ധം ഏറ്റവും വിലയേറിയ ഒരു യുദ്ധമാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് രാജ്യത്തിൻ്റെ തല എന്ന് തന്നെ പറയാം. ആ സെക്ടർ പിടിച്ചെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആ തല തന്നെ ഇല്ലാതാവുന്ന അവസ്ഥയിലും ഞങ്ങൾ ആ രാജ്യം നമ്മുടെ പാകിസ്ഥാനിൽ നിന്ന് അല്ലെങ്കിൽ ശത്രു സൈനികരിൽ നിന്ന് അവരെയൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ആ സുരക്ഷിതത്വം നിലനിർത്തി. അതുകൊണ്ടാണ് പറയുന്നത് ലോകത്ത് യുദ്ധം എന്നത് ഒരു വിനാശവും യുദ്ധം എന്നത് ഒരു ശരിയുമാണ്. ഇന്ന് ലോകത്ത് നടക്കുന്ന യുദ്ധങ്ങളിൽ ഇസ്രയേലും അതേപോലെ പാലസ്തീനും നടക്കുന്ന യുദ്ധം ഒരു വിനാശ യുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത്.
ഉക്രൈനും റഷ്യയും തമ്മിലുള്ള യുദ്ധം ഒരു വിനാശ യുദ്ധമായിട്ടാണ് കണക്കാക്കുന്നത്. പക്ഷെ നേരെ മറിച്ച് നമ്മുടെ രാജ്യം നടത്തിയ യുദ്ധങ്ങൾ, 5ഓളം യുദ്ധങ്ങൾ, അവസാനമായിട്ട് ഓപ്പറേഷൻ സിന്ദൂരടക്കം നടത്തിയ യുദ്ധങ്ങൾ ഒരു പ്രതിരോധ യുദ്ധമായിരുന്നു, ഒരു ശരിയുടെ യുദ്ധമായിരുന്നു. നമ്മുടെ രാജ്യത്തിനത് അത്യാവശ്യമായിരുന്നു. അപ്പോൾ ഒരു യുദ്ധം എന്നത് ഒരു ശരിയും യുദ്ധം എന്നത് ഒരു തെറ്റുമായിരുന്നു. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യം നടത്തിയ പ്രതിരോധ യുദ്ധങ്ങളിൽ ഏറ്റവും വിലയേറിയ ഒരു യുദ്ധമാണ് കാർഗിൽ യുദ്ധം. ആ കാർഗിൽ യുദ്ധത്തിന് വിജയത്തിന് ശേഷം പാകിസ്ഥാൻ വീണ്ടും മടങ്ങി നിന്നില്ല. അങ്ങനെ നമ്മുടെ രാജ്യത്ത് ശത്രു സൈനികളായാലും അതേപോലെ ടെററിസ്റ്റുകളായാലും നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരാവസ്ഥ കെടുത്താൻ വേണ്ടി വന്നപ്പോഴാണ് അവസാനം ഈ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ നടന്ന ഓപ്പറേഷൻ സിന്ദൂർ എന്ന് പറയുന്ന യുദ്ധം. ആ ഓപ്പറേഷൻ സിന്ദൂർ നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും വിലയേറിയ, ഏറ്റവും സൗന്ദര്യമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് ജമ്മു കാശ്മീർ. ആ ജമ്മു കാശ്മീരിൻ്റെ ആ സാംസ്കാരികതയിൽ നിന്ന് അത് കാണാൻ വേണ്ടി പോയ നമ്മുടെ കുറേ ടൂറിസ്റ്റുകളെ വധിച്ചുകൊണ്ട് 26ഓളം ടൂറിസ്റ്റുകളെ വധിച്ച് ടെററിസ്റ്റുകൾ അവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ സുസ്ഥിരാവസ്ഥ കെടുത്തിയപ്പോൾ അതിനെ പ്രതിരോധിച്ചുകൊണ്ട് പാകിസ്ഥാനിൽ നിന്ന് ഇനിയൊരു ടെററിസ്റ്റും വരരുത് എന്ന ഇച്ഛാശക്തിയോടുകൂടി നമ്മുടെ രാജ്യം പ്രവർത്തിച്ചു. അതാണ് ഓപ്പറേഷൻ സിന്ദൂർ. പാകിസ്ഥാനിൽ ഞങ്ങൾ ഈ ഓപ്പറേഷൻ സിന്ദൂരും ഒരു യുദ്ധമല്ല നടത്തിയത്. ഞങ്ങൾ നടത്തിയത് ഈ രാജ്യത്ത് വരുന്ന ശത്രു സൈനിക ടെററിസ്റ്റുകൾ ഇനി വരരുത് എന്ന അർത്ഥത്തിൽ പാകിസ്ഥാന്റെ അകത്തളങ്ങളിൽ ബോർഡേഴ്സിൽ ഉണ്ടായ ടെററിസ്റ്റുകളുടെ ക്യാമ്പുകൾ, 9ഓളം ക്യാമ്പുകൾ തകർത്തു. അതാണ് നമ്മൾ ആദ്യം ചെയ്തത്. പക്ഷേ പാകിസ്ഥാൻ അതൊരു യുദ്ധമായിട്ടാണ് കണക്കാക്കിയത്. അങ്ങനെ പാകിസ്ഥാനിൽ നിന്ന് ഡ്രോണും അതേപോലെ മിസൈലുകളും ആക്രമണം നടത്തിയപ്പോൾ വീണ്ടും ഞങ്ങൾ പ്രതിരോധ യുദ്ധമാണ് നമ്മുടേത്. ആരെങ്കിലും ഇനി ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ രാജ്യം യുദ്ധമല്ല നടത്തുന്നത്, ഒരു പ്രതിരോധ യുദ്ധമാണ് നടത്തുന്നതെന്ന് പറയണം. കാരണം മറ്റുള്ള സാധാരണക്കാരായ ജനങ്ങളെ കൊന്നൊടുക്കിക്കൊണ്ട് അധിനിവേശത്തിന്റെ യുദ്ധമല്ല നമ്മൾ നടത്തിയത്. നമ്മളെ ആരാണോ ആക്രമിക്കാൻ വരുന്നത് അവരെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യമാണ് നമ്മൾ നടത്തിയത്. അങ്ങനെ പാകിസ്ഥാനിൽ വരുന്ന ഡ്രോണുകളും അതേപോലെ മിസൈലുകളും അവരുടെ എയർ ഡാമുകൾ തകർത്തുകൊണ്ട് 6ഓളം എയർ ഡാമുകൾ തകർത്തുകൊണ്ട് ഞങ്ങൾ അവിടെ വീണ്ടും അവരുടെ ബ്രഹ്മോസ് എന്ന് പറയുന്ന മിസൈൽ വിക്ഷേപിച്ചുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ കൃത്യം നടത്തി. അതിനുശേഷം ആ കൃത്യം നടത്തിയപ്പോൾ പാകിസ്ഥാൻ ഭയന്നു. പാകിസ്ഥാൻ പറഞ്ഞു, ഇനി ഞങ്ങൾ യുദ്ധത്തിനില്ല, ഈ യുദ്ധം അവസാനിക്കണം, അതുകൊണ്ട് നിങ്ങളുടെ കാല് ഞങ്ങൾ പിടിക്കുക. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമ്മുടെ രാജ്യത്തിൻ്റെ നയതന്ത്രപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഓപ്പറേഷൻ സിന്ദൂർ അവസാനിച്ചു. അവിടെയാണ് നമ്മുടെ രാജ്യം, നമ്മൾ പറയുന്നത് ഭാരതാമ എന്നാണ് പറയുന്നത്, അല്ലേ? ഈ അമ്മയുടെ മുന്നിൽ നിൽക്കുന്നു അമ്മയെ പോലെ, അതേപോലെ നമ്മൾ പറയുന്നു ഭാരതാമ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യം എന്നും സ്ത്രീകളോട് അത്രമാത്രം ആത്മാർത്ഥത പുലർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത്രമാത്രം സ്നേഹത്തോടു കൂടി കാണുന്നത്. അങ്ങനെയാണ് ഈ ഓപ്പറേഷന്റെ തന്നെ പേര് വന്നത്, ഓപ്പറേഷൻ സിന്ദൂർ എന്നാണ്. ഈ രാജ്യത്തെ അഭിസംബോധന ചെയ്തത് അല്ലെങ്കിൽ യുദ്ധത്തിനെ കുറിച്ച് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ അഭിസംബോധന ചെയ്ത് പത്രമാധ്യമങ്ങളിലൂടെ അഭിസംബോധന ചെയ്തത് 2 ലേഡിയായിരുന്നു. ഒന്ന് കേണൽ സോഫിയ ഖുറേഷിയും വയോമിക ഗ്രൂപ്പ് ക്യാപ്റ്റൻ വയോമിക സിംഗും, ഈ പറയുന്ന 2 ലേഡി ഓഫീസറായിരുന്നു. അങ്ങനെ നമ്മുടെ രാജ്യം ആ രാജ്യത്തിന്റെ ഏറ്റവും വിലയേറിയ ഓപ്പറേഷൻ സിന്ദൂർ ഞങ്ങൾ അവസാനിപ്പിക്കുമ്പോൾ ഈ ഓപ്പറേഷൻ സിന്ദൂർ ഒരു പ്രത്യേകത കൂടിയാണ്. രാജ്യങ്ങൾ തമ്മിൽ ഒരു യുദ്ധ സാഹചര്യത്തിൽ യുദ്ധങ്ങൾ നടക്കുമ്പോൾ വിത്തൗട്ട് കാഷ്വാലിറ്റി അല്ലെങ്കിൽ ഒരാൾക്ക് പോലും ഒരു കാഷ്വാലിറ്റി ഇല്ലാതെ നടന്ന ഏറ്റവും വിജയം നേടിയ ഇന്ത്യയിലെ തന്നെ അല്ല ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയ യുദ്ധങ്ങളിൽ ഒന്നായിരുന്നു ഓപ്പറേഷൻ വിജയ്. അത് നമ്മൾക്ക് അഭിമാനിക്കാവുന്നതാണ്. അങ്ങനെ നമ്മുടെ രാജ്യം ലോകത്തിൽ ഏതൊരു തരത്തിലുള്ള ആക്രമണങ്ങൾ നമ്മുടെ രാജ്യത്ത് നടത്തിയാലും അതിനൊക്കെ പ്രതിരോധിക്കുക എന്ന ഒരു യുദ്ധതന്ത്രത്തിൽ ഞങ്ങളുടെ സാംസ്കാരികതയിൽ പാരമ്പര്യത്തിൽ നിന്ന് പഠിച്ചതാണ്. ഇപ്പോൾ ഇവിടെ വരുമ്പോൾ എൻ്റെ ഒരു മകൾ, നമ്മുടെ പ്രിയപ്പെട്ട ഇന്ന് ഈ മാസം രാമായണ മാസമാണ്, അല്ലേ? രാമായണം കർക്കിടക മാസം. ആ രാമായണത്തിന്റെ പല ശ്ലോകങ്ങളും കാരണം ഞങ്ങൾക്ക് മാത്രം അവകാശപ്പെട്ടതാണ് ഈ സാംസ്കാരിക. ഇപ്പോൾ നമ്മുടെ ഈ കുട്ടികൾ എത്രമാത്രം അക്ഷരസ്ഫുടതയോടുകൂടിയാണ് നിങ്ങൾ ഓരോ വാക്കുകളും ഉച്ചരിക്കുന്നത്. ആ ഒരു എന്താ പറയണ്ടേ, ഒരു പാട്രിയോട്ടിസം എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. നമ്മുടെ രാജ്യത്ത് ജനിക്കാൻ കഴിഞ്ഞതിൽ നമ്മളെല്ലാവരും അഭിമാനിക്കണം. ഇടനെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറയണം, നിങ്ങൾ ഏത് രാജ്യത്താണ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ലോകത്തിന്റെ ഏത് കോണിലായാലും പറയാൻ സാധിക്കണം, ഞാനൊരു ഭാരതീയനാണ്. നമ്മുടെ ഭാരത സംസ്കാരമാണ് ഈ ലോകത്തിന്റെ എല്ലാ കോണുകളിലും ഇപ്പോൾ നടക്കുന്നത്. നമ്മളത്രയുള്ള നമ്മുടെ സംസ്കാരങ്ങൾ ലോകത്ത് വേറെ ഒരു രാജ്യത്തുമില്ല. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തില്
നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആലപ്പുഴയിൽ തന്നെ 4 തരം മലയാളങ്ങൾ നിങ്ങൾ സംസാരിക്കുന്നുണ്ട് അല്ലേ? ആലപ്പുഴയുടെ തീരദേശ ഭാഗത്ത് പോയാൽ ഒരു ഭാഷയാണ്, ആലപ്പുഴയുടെ സെൻട്രൽ വന്നാൽ ഒരു ഭാഷയാണ്, ഈ ഹരിപ്പാടുള്ളവർ സംസാരിക്കുന്നത് ഒരു മലയാളം. ഒരു മലയാള ഭാഷ തന്നെ നമ്മുടെ തിരുവനന്തപുരം മുതൽ കണ്ണൂർ വരെ പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ കാസർഗോഡ് വരെ പോവുകയാണെങ്കിൽ 27 തരത്തിൽ നമ്മൾ മലയാളം മാത്രം സംസാരിക്കുന്നുണ്ട്. 27 തരത്തിൽ മലയാളം സംസാരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ സാംസ്കാരിക രീതി, നമ്മുടെ കൾച്ചർ വ്യത്യസ്തമാണ്. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ വ്യത്യസ്തമായിട്ടുള്ള കൾച്ചറോട് കൂടി നിൽക്കുന്ന ഞങ്ങളുടെ ഈ ഒരു സംസ്ഥാനത്ത്, ഈ കൊച്ചു കേരളത്തിൽ മാത്രം നിലനിൽക്കുമ്പോൾ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ എത്രയെത്ര സംസ്കാരങ്ങൾ, എത്രയെത്ര ഭാഷകൾ, എത്രയെത്ര വേഷങ്ങൾ, ആൾക്കാരുടെ രൂപഭംഗി തന്നെ വ്യത്യസ്തമാണ്. ഞങ്ങളെ പോലെയല്ല കാശ്മീരിലുള്ളവർ അല്ലേ? ആണോ? അല്ല, ഞങ്ങൾ കാശ്മീരിലുള്ളവർ തികച്ചും വ്യത്യസ്തമാണ്. ചിലപ്പോൾ ഞങ്ങൾക്ക് തോന്നും ഞങ്ങളുടെ രാജ്യത്തുള്ളവർ തന്നെയാണോ എന്ന് തോന്നും. നോർത്ത് ഈസ്റ്റിലുള്ളവരൊക്കെ രൂപഭംഗിയിൽ തന്നെ വ്യത്യാസമാണ്. അങ്ങനെ വ്യത്യസ്തത പുലർന്നിരിക്കുന്ന ഈ രാജ്യത്ത് ജനിക്കാൻ കഴിഞ്ഞതിൽ വീണ്ടും ഞാൻ പറയുകയാണ്, നമ്മൾ അഭിമാനം കാണണം. അതാണ് നമ്മുടെ രാജ്യം.